നമസ്കാരം. ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ ഞാനൊരു കഥ പറഞ്ഞായിരുന്നു. നമ്മളുടെ ജീവിതത്തിലെ 3 ഘട്ടത്തെപ്പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ ആദ്യ ഘട്ടം വരെയുള്ള കാര്യത്തെപ്പറ്റിയാണ് ഞാനൊരു ചെറിയ വിവരണം നടത്തിയത്. ആദ്യ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3ാമത്തെ ഘട്ടം മുതൽ നമ്മളുടെ വാർദ്ധക്യം, ഇപ്പം നമ്മുടെ കിടക്കുന്ന യൗവനം, ഇനി നമ്മളെ ശൈശവം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. 3ാം ഘട്ടത്തിൽ നമ്മൾ തുടങ്ങി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. കാരണവന്മാർ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അവർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, അവർ ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ വാർദ്ധക്യം നല്ലതാക്കാമായിരുന്നുള്ള ചിന്തയാണ് ഇത് വരുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് 30ാമത്തെ വയസ്സിനും 60ാമത്തെ വയസ്സിനിടയിൽ. 34 വയസ്സായി, എനിക്കിനി 60ാമത്തെ വയസ്സാകുമ്പോഴേക്കും റിട്ടയർമെന്റ് എടുക്കണമെങ്കിൽ ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറയുന്നത് ഏർലി സ്റ്റേജിൽ 40ാമത്തെ വയസ്സിലെങ്കിലും റിട്ടയർമെന്റ് എടുക്കണം എന്നുള്ളത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സാധിക്കാത്തവർക്കാണ് 60 വയസ്സെങ്കിലും നിങ്ങൾ റിട്ടയർമെന്റ് എടുത്ത് നിങ്ങൾ ഫ്രീ ആണെന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 40ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതല്ല, സ്വയം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ റിട്ടയർമെന്റ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇതങ്ങനെ റൊട്ടേഷനായി പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്തെല്ലാം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും റിട്ടയർമെന്റ് കാലത്ത് ഞാൻ എന്തെല്ലാമാണ് എനിക്ക് വേണ്ടതെന്നും അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ എന്തെല്ലാമാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഞാനിവിടെ നിന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ്, പണം സമ്പാദിച്ചേ പറ്റൂ, അതിന് ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷെ എങ്ങനെ സമ്പാദിക്കണം എന്നുള്ളത് നേരായ വഴിയിൽ സമ്പാദിക്കുന്ന പണമായിരിക്കണം. നമ്മൾ ഒരാളെ പറ്റിച്ചിട്ടോ മയക്കുമരുന്ന് കച്ചവടമോ അല്ലെങ്കിൽ ഇല്ലാത്ത കൊള്ളരായ്മ തരങ്ങൾ കാണിച്ചിട്ടുള്ള പൈസ അല്ല ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് അധ്വാനിച്ച് ബിസിനസ് ചെയ്തോ ജോലി ചെയ്തോ നിങ്ങൾക്ക് പണം ഉണ്ടാക്കിയേ പറ്റൂ. ഈ പണം ഉണ്ടാക്കാൻ പ്രോത്സാഹിപ്പിക്കാത്ത ഒരാളെ ഈ വയസ്സ്, ഞാൻ പറയണം 30ാമത്തെ വയസ്സിനും 60ാമത്തെ വയസ്സിനിടയിൽ, പ്രത്യേകിച്ച് 30-40 ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് നമ്മുടെ ഈ യൗവനത്തിലുള്ള ഈ ഒരു സമയത്തുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ ആരെങ്കിലും പണം സമ്പാദിക്കേണ്ട, പണം ആവശ്യത്തിന് മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ തൽക്കാലം ഒന്ന് പരിഗണിക്കാതെ മാറ്റി നിർത്താനേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പണം ഇല്ലെങ്കിൽ, അതായത് നമ്മളുടെ ജീവിതം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. പണമില്ലെങ്കിൽ നമുക്ക് വാല്യൂ ഇല്ല, പണമില്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല, പണമില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സ്നേഹമില്ല, പണമില്ലെങ്കിൽ നമ്മൾ സീറോ ആണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയുള്ള നമ്മൾ സമ്പാദിച്ച് തുടങ്ങുന്ന പ്രായമാണ് ഈ 30 വയസ്സ് മുതൽ അങ്ങോട്ടേക്ക് നമ്മളുടെ ജീവിതം. അതായത് ഞാൻ എൻ്റെ ശൈശവകാലം കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിൽക്കുകയാണ്, മുന്നോട്ട് എനിക്ക് പോകണം. ഇനിയാണ് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ്? എനിക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എൻ്റെ വലിയൊരു ചിന്തയുണ്ട്. ഒപ്പം തന്നെ എൻ്റെ മക്കൾ വരുന്നു, മക്കൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നല്ലത് ഉറപ്പാക്കണം, അവരുടെ ഭാവി തലമുറകൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മളുടെ റിട്ടയർമെൻറ്റിന് മുന്നേ എൻ്റെ ഈ നല്ല പ്രായത്തിൽ ഞാനും എൻ്റെ വൈഫും ലോകം ചുറ്റാൻ പോകണം. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം സാധിക്കണം. ഇതിനെല്ലാം പണം വേണം. പണം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ മനസ്സിൽ കള്ളത്തരമില്ലാത്ത നല്ല പണം, ഒരു കടവുമില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇരിക്കുവാണ്, എല്ലാ മാസവും ചെലവിനുള്ള പൈസ എനിക്ക് നമ്മൾ അറിയാതെ വരുവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ എത്രയോ ഹാപ്പിയാണ്. ഞാൻ ചിന്തിക്കുമ്പോൾ, ഞാൻ ഇന്നിവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്നു, ദൈവമേ, എനിക്ക് എല്ലാ മാസവും ഒരു 2 ലക്ഷം രൂപ ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ഒന്നും ചെയ്യാതെ 2 ലക്ഷം രൂപ എനിക്ക് ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് അടിച്ചു പൊളിക്കും. എൻ്റെ പിള്ളേരുമായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കും, അവർക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, ഞങ്ങളിടയ്ക്ക് ടൂറ് പോകും. എൻ്റെ ജീവിതത്തിൽ കോടികളാകാനോ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എന്നാൽ അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുക, സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുക, എൻ്റെ ചുറ്റുവട്ടത്തിലുള്ളവർ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. ഇങ്ങനെയൊക്കെ സഹായിക്കണമെങ്കിൽ നമ്മളിൽ പണം വേണം. ഈ പണമാണ് മാസം നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ കയ്യിലേക്ക് വരുന്നതെങ്കിലോ നമുക്ക് ഉറപ്പാണ് അവിടെ നമ്മൾ എന്നാ കാണിച്ചാലും എനിക്ക് പണം വരും, എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം, ടെൻഷൻ ഇല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ സേവിക്കാൻ ജീവിക്കുക. ഇതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഇങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ മനസമാധാനം കിട്ടും, നമ്മളുടെ ജീവിതം സക്സസ് ആയിട്ട് മാറും. ഈവൻ നമ്മളുടെ റിട്ടയർമെന്റിലേക്ക് എത്തുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, റിട്ടയർമെന്റിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ഒക്കെ ഈ ഒരു പ്രായത്തിന് മുന്നേ തന്നെ എടുത്തു വെക്കുക. അതായതാണ് ഈ സ്റ്റേജിൽ ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് ഭാവിയിലേക്ക് വേണ്ട അസുഖങ്ങൾ എന്തൊക്കെ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അതിനുവേണ്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം നമ്മളുടെ സമ്പാദിക്കാൻ പോകുന്ന പണത്തിനെ ഇനി തൊടാൻ പാടില്ല, ഹെൽത്ത് ഇൻഷുറൻസ്. ഇതിനിടയിൽ നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ എടുത്ത്
ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബം തകർന്നു പോകാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരു കരുതൽ ആയിട്ട് ഒരു ടേം ഇൻഷുറൻസ് നിർബന്ധമായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എടുത്ത് വെക്കുക. ഈ രണ്ട് കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യുക. പിന്നെയാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ആദ്യത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ സമ്പാദിച്ചു തുടങ്ങുന്ന പണത്തിന്റെ ഒരു വിഹിതം നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അതിനകത്ത് ഒരു കോംപ്രമൈസും പാടില്ല. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, 10 ലക്ഷം രൂപ നിക്ഷേപിച്ച് 10,000 രൂപ വെച്ച് എല്ലാ മാസവും എടുത്ത് കഴിഞ്ഞ 20 വർഷമായിട്ട് വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ബാക്കി ഇപ്പോഴും 2 കോടി രൂപയിൽ മേലെ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരാണ് എന്നെ വിളിച്ചത് എങ്ങനെ മന്ത്ലി ഇൻകം നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. നിങ്ങളുടെ വരുമാനത്തിന്റെ മിച്ചം മാറ്റി വെച്ച് അതിനാണ് ഞാൻ പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിക്ഷേപമാണ് SIP. ഇതിനകത്ത് ഒരു കോംപ്രമൈസും വേണ്ട. ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഒരു ഇത് കാണിച്ചു തരാം. എൻ്റെ മമ്മീനെ കൊണ്ട് മാസം 500 രൂപ വെച്ച്, മമ്മി പോസ്റ്റ് ഓഫീസിൽ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ്, അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടും 500 രൂപ വെച്ച് എല്ലാ മാസവും എൻ്റെ മമ്മി ചെയ്ത് വെച്ചിട്ട് അതിന് കിട്ടിയ റിട്ടേൺ എത്രയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഒരു സാധാരണക്കാരന് പോലും അടുത്ത ഒരു 10 അല്ലെ 15 വർഷത്തിന് ശേഷം ഞാൻ ചോദിക്കുന്നത്രേ ഉള്ളൂ, നിങ്ങൾ ഇന്ന് ഒന്നുമില്ല 20 വർഷത്തിന് ശേഷം 1 രൂപ ഇല്ലാതിരിക്കുന്നതിലും ഭേദമാണ് മാസം ഒരു 500 രൂപ വെച്ച് മാറ്റി വെച്ച് അന്നൊരു 18-20 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി അന്ന് ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാളും ഭേദമല്ല ഒരു 20 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് നിർബന്ധമായിട്ടും ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു നിർബന്ധമായിട്ട് SIP എല്ലാം കൂടെ കൊണ്ടുവരും. നിങ്ങൾ പേടിയാണ് റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രായത്തിലാണ് നമ്മൾ എപ്പോഴും റിസ്ക് എടുക്കുന്ന സമയം. നമുക്ക് വണ്ടി ഓടിക്കാനോ വണ്ടി ഓടിച്ച് പഠിക്കാനോ എല്ലാത്തിനും നമുക്ക് ധൈര്യമുള്ള സമയം. എടാന്ന് വിളിച്ചാൽ തിരിച്ച് പോടാന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ട്. അങ്ങനെ ധൈര്യം കാണിക്കുന്ന നമ്മളെ നിക്ഷേപത്തിന്റെ ഒരു പകുതി ശതമാനമെങ്കിലും ഒരു മാസം നമ്മൾ കിട്ടുന്നതിന്റെ ഒരു ഉദാഹരണം വെച്ചാൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ 50% ഓഹരി വിപണിയിൽ നിർബന്ധമായിട്ടും ചെയ്യുക. ബാക്കി 50% നിങ്ങൾ FDO, RDO, ചിട്ടിയോ ഇൻഷുറൻസോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ മിനിമം നിങ്ങളുടെ ടോട്ടൽ സേവിങ്സിന്റെ ഒരു 50% ഓഹരി വിപണി ചെയ്യുക. അത് അത്രയെങ്കിലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ വളരില്ല, നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഇതാക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആഗ്രഹം പറഞ്ഞല്ലോ, വെറുതെ ഇരുന്ന് എൻ്റെ കയ്യിലേക്ക് പണം വരണം. അതിനാദ്യം ഞാൻ പണം സമ്പാദിച്ച് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അതിൽ നിന്ന് മാസം എന്ത് ചെയ്യാൻ പറ്റൂ, എനിക്ക് പൈസ എടുക്കാൻ സാധിക്കൂ. എൻ്റെ ഈ പ്രായത്തിനിടയിൽ എന്താ പറയുക, 2ാം ഘട്ടത്തിൽ ഞാൻ എപ്പോഴും ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന അടുത്ത 40 വയസ്സിനുള്ളിൽ, എൻ്റെ റിട്ടയർമെന്റ് ഞാൻ നിശ്ചയിക്കുന്ന 40 ആണെങ്കിൽ 40 വയസ്സിനുള്ളിൽ ഉദ്ദേശിക്കുന്ന കാര്യമാണ് എനിക്കൊരു മാസം ഏറ്റവും കുറഞ്ഞത് 2 ലക്ഷം രൂപ മാസം കിട്ടണം. എൻ്റെ ഇൻഷുറൻസിന്റെ കാര്യം ഞാൻ ഉറപ്പാക്കി, ടേം ഇൻഷുറൻസിന്റെ കാര്യം ഞാൻ ഉറപ്പാക്കി, എൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ചെലവ് ഞാൻ എന്തായാലും ഉറപ്പാക്കി വെക്കണം. കാരണം അവർക്ക് പഠിക്കാനും കാര്യത്തിലുള്ള കാരണം ഈ റിട്ടയർമെന്റിന് ശേഷം, അതായത് എനിക്ക് 40 വയസ്സിന് ശേഷം ഇനി അങ്ങോട്ട് എത്ര കാലം ഉണ്ടോ, ദൈവം സഹായിച്ച് 100 വയസ്സ് വരെ എത്തുവാണെങ്കിൽ ബാക്കിയുള്ള 60 കൊല്ലം ജീവിക്കാനുള്ള പണം എനിക്ക് വേണ്ടേ. ആ പണത്തിന് വേണ്ടിയുള്ള കാര്യവും ഈ സമയത്ത് നമ്മൾ ചെയ്തു വെക്കണം. ആ ഒരു കാര്യം നിർബന്ധമായിട്ട് ഇത്തരത്തെ ഈ ചെറിയ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോഴേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 60ാമത്തെ വയസ്സായതിനു ശേഷം നിങ്ങൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് നടക്കത്തില്ല. ഏർലി സ്റ്റേജിൽ അസുഖങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇപ്പോഴേ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസയ്ക്ക് ഇന്ന് വർഷം ഒരു 18,000 രൂപ അടയ്ക്കാന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു 18,000 രൂപ ഞാൻ പറഞ്ഞല്ലോ മറ്റേ 20 വർഷത്തിന് ശേഷം ഒരു എമൗണ്ടേ അല്ല നമ്മുടെ കാര്യത്തിൽ. കാരണം അന്ന് നമ്മുടെ വരുമാനം ഇതായിരിക്കില്ല. അപ്പൊ ഏർലി സ്റ്റേജിൽ നിങ്ങൾ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ആ നേരത്തേക്ക് ടെൻഷൻ ഇല്ലാതെ വളരെ ഇതായിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു 2ാം ഘട്ടത്തിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയം, ഞാൻ എൻ്റെ ഘട്ടം പോവുകയാണ്. ഈ ഘട്ടത്തിൽ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പാക്കുക. അതായത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയും ഈ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയും നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.